ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല വിവാദം കത്തിപ്പടരുമ്പോൾ ഉയർന്നുകേട്ട പേരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. ദ്വാരപാലക ശില്പം സ്വർണം പൂശിയ സ്പോൺസർ എന്ന സൽപ്പേര് ഉയർന്നുകേട്ട പോറ്റിയുടെ പേരിന് കളങ്കം സംഭവിച്ചേക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി പലയിടത്തും ഭൂമി ഏറ്റെടുത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 3 വർഷത്തിനിടെ 30 കോടിയിലേറെ രൂപയുടെ ഭൂമി കച്ചവടം നടത്തിയതായാണ് റിപ്പോർട്ട്. സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ഭൂമി രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. തലസ്ഥാനത്ത് തന്നെ കോടികളുടെ ഇടപാടുകളാണ് പോറ്റി നടത്തിയിരിക്കുന്നത്. 2020-നും 2025-നും ഇടയിലാണ് കോടികളുടെ ഇടപാട് നടന്നതെന്നാണ് വിലയിരുത്തൽ. ഭൂമി ഇടപാടുകൾ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബംഗളൂരുവിലും നടന്നിട്ടുണ്ട്. ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയതെന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, DGP റവാഡ ചന്ദ്രശേഖർ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുമുണ്ട്. ശബരിമല അയ്യപ്പന്റെ നടയും കട്ടിളപ്പടിയും എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് ചെന്നൈയിൽ നടൻ ജയറാമിനെ അടക്കം ക്ഷണിച്ചുകൊണ്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ജയറാമിന്റെ വീട്ടിൽ ഉൾപ്പെടെ ഇവ പൂജിക്കാൻ എന്ന പേരിൽ എത്തിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയ ദ്വാരപാലക ശില്പങ്ങൾ ബംഗളൂരുവിൽ എത്തിച്ച് പ്രദർശനം നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇവയൊക്കെ സമർപ്പിച്ച് പണപ്പിരിവും പോറ്റി നടത്തിയിട്ടുണ്ട്. ആദ്യം താങ്ങുപീഠം എവിടെയെന്ന് അറിയില്ല എന്ന നാടകം കളിച്ച പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഒടുവിൽ ശില്പം കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഇത്രയും അമൂല്യമായ ഒരു വസ്തു എടുത്തുകൊണ്ടുപോയ ആൾക്ക് അതിനെപ്പറ്റി അറിവില്ലായിരുന്നു, ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു നാടകമായിരുന്നു എന്നത് ഉറപ്പാണ്. പണപ്പിരിവ് നടത്തുന്നതിൽ പോലും താരമായ പോറ്റിയെ എന്തായാലും ക്ഷേത്രം വിജിലൻസ് നാളെയാകും ചോദ്യം ചെയ്യുക. ശബരിമലയിലെ കീഴ്ശാന്തി എന്ന നിലയിൽ ഭക്തരുടെ കണ്ണിലുണ്ണിയായ പോറ്റി പല പ്രമുഖർക്കും ശബരിമല ദർശനത്തിലുള്ള സൗകര്യമൊരുക്കി. അവരിൽ വലിയ സ്വാധീനമാണ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സുപ്രഭാതത്തിൽ പണക്കാരനായതും നാട്ടുകാരെ ഉൾപ്പെടെ അത്ഭുതത്തിലാക്കിയിരുന്നു. എന്തായാലും കൂട്ടിയാലും കിഴിച്ചാലും വ്യക്തമാകാത്ത സ്വർണ്ണ കണക്കുകളിൽ പോറ്റി മാത്രമാണോ കുറ്റക്കാരൻ, അതോ ഉന്നതരായ മറ്റാരെങ്കിലും പിന്തുണ ഇതിന് പിന്നിലുണ്ടോ എന്നത് കണ്ടറിയാം.